ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും അഗൈൻ വെൽക്കം ബാക്ക് ടു ഒരു പുതിയ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡീം എൻജി ആയിട്ടാണ് ഗൈസ് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്നൊരു ചെറിയൊരു ഓട്ടം പോകാൻ പോവാണ് ഗൈസ്. നമ്മൾ രണ്ട് വലിയ ബസ്സിലാണ് നമ്മൾ ഇന്ന് ഓട്ടം എടുക്കാൻ പോകുന്നത്. നമ്മളോട് ഇന്ന് ശ്രീഹരി ഉണ്ട്. അതുപോലെ നമ്മൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വണ്ടി എടുത്തിട്ടുള്ളത് ഗൈസ്. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെയാണ് കഴിഞ്ഞു കൂടിയത്. ഈ കാണുന്ന ഒരു ക്വാർട്ടേഴ്സ് ഇല്ലേ, ഇവിടെയാണ് നമ്മൾ അവരെ കൊണ്ടുവിട്ടിട്ട് നമ്മൾ ഇവിടെ വന്നാണ് കടന്നത് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ചവരെ വിളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബസ് എടുത്തിട്ട് ഇവിടുത്തെ കുറേ സ്ഥലങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളോട് കളിക്കാനായിട്ട് നമ്മുടെ സ്വന്തം ശ്രീഹരി ഉണ്ട്. അപ്പോൾ അവനും കൂടെ ഉണ്ടാവും ഇന്ന് വണ്ടി ഓടിക്കാനായിട്ട്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കില്ല ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എടാ, ഇതിന്റെ സൈഡ് പൊളിഞ്ഞാണ് ഇത്ര പെട്ടെന്ന്. ഏതാ സൗണ്ട് നോക്കിയ ഗൈസ് ഇന്നോവയ്ക്ക്. ഇത് ഇന്നലെ രാത്രി ഉറക്കപ്പിച്ചിൽ ഓടിച്ചപ്പോ കൊണ്ട് പൊളിഞ്ഞാണെന്നാ തോന്നേ വണ്ടി. ബാക്ക് എങ്ങനെ പൊളിഞ്ഞളിയാ? എന്തായാലും കുഴപ്പമില്ല ഗൈസ്. നൈസായിട്ട് അവരറിയാതെ നമുക്ക് വണ്ടി കൊണ്ട് അവിടെ ഇടാട്ടോ, ഓണർ അറിയണ്ട. അളിയാ ചുമ്മാതല്ല, ഇങ്ങനെ ഓട്ടിച്ച ഏത് വണ്ടിയാലും പണിയാവും. ലെറ്റ്സ് ഗോ. കുറച്ച് കാല് കൊടുത്തു പോട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഇടത്തോട്ടാണ് നമുക്ക് കയറി പോകണ്ട. ഈ വഴി ഇതൊരു പ്രശ്നമുള്ള സ്ഥലമാണ് ഗൈസ് മൊത്തത്തില്. ഞാൻ ഫസ്റ്റ് ഇയർ ടെരച്ചരച്ചാറ് എടുക്കണം, അതാണ് പ്രശ്നം തോന്നുന്നു കേട്ടാ ഗൈസ്. നമ്മള് ബസ് കിടക്കുന്ന സ്ഥലം കുറച്ചടുത്താണ്. ഈ ഗതിയാണെങ്കിൽ എടാ ഈ ഏരിയൊക്കെ വണ്ടി കയറും തോന്നുന്നുണ്ടാ? നമ്മള് വേറൊരു റൂട്ട് വഴിയാണ് ഗൈസ് പോകാൻ പോകുന്നത്. ഈ റൂട്ടൊന്നും നമുക്ക് നമ്മളെ വണ്ടി അതാ കിടക്കുന്നത് നമ്മളെ വണ്ടി. ഈ റൂട്ടൊന്നും നമ്മളെ വണ്ടി അങ്ങനെ വരത്തു പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒട്ടും ഇല്ലാത്ത വണ്ടിയാണ്. നമുക്ക് തൽക്കാലം ഈ ഇന്നോവ അതാരുടെ സ്കൂൾ പിള്ളേരുടെ ആരോ ആണ് ഗൈസ് നിക്കണേ. അവൻ പോയിട്ടില്ല, അവൻ എക്സൈറ്റ്മെന്റ് കൊണ്ട് അവൻ പുറത്തിറങ്ങി നിൽക്കുക നമ്മൾ വന്നത് കാത്തിട്ട്. ഓക്കെ, ഈ കാണുന്ന രണ്ട് വണ്ടിയിലാണ് ഗൈസ് നമ്മൾ പോകാൻ പോകുന്നത്. ഞാൻ ഈ കാണുന്ന പിങ്കച്ചി ബസ്സിലാണ്. പിങ്കാണോ വയലറ്റ് ആണ്? ഈ കളറൊന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഒരു പിങ്കും വയലറ്റും കൂടെ കലർന്ന ഒരു കളറാണ് തോന്നുന്നത്. ഇതാണ് പയ്യന്റെ വണ്ടി. ഇത് ഡോങ്ക്യാങ് എക്സ്പ്രസ് അങ്ങനെ ഏതൊരു വണ്ടി കേട്ടോ. നമ്മളത് ഗ്രാൻഡ് ബിറോ അങ്ങനെ ഒരു വണ്ടിയാണ് ഗൈസ് നമ്മളത്. അവന്റെ ഫ്രണ്ട് ലുക്ക് ഞാൻ കാണിച്ചു തരാം. പെയിന്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ ഗൈസ്. രണ്ടും ഏതാണ്ട് ഒരേ വണ്ടിയാണ്, സെയിം കമ്പനി സെയിം വണ്ടി. നമ്മളത് പെയിന്റ് മാത്രം മാറ്റിയിട്ടുള്ളൂ. ഞാൻ എൻ്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വണ്ടി ആദ്യം ഐശ്വര്യമായിട്ട് നമ്മൾ തുറക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, വണ്ടിക്കകത്ത് നമ്മൾ കയറിയിട്ടുണ്ട്. ഇന്റീരിയർ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇതാണ് നമ്മളെ വണ്ടിയുടെ ഇന്റീരിയർ. കിയയുടെ വണ്ടിയാണ് കേട്ടോ. കിയയുടെ ആണല്ലേടാ? ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കണേ. അവൻ സ്റ്റാർട്ട് ചെയ്താ? അവൻ്റെ സ്റ്റാർട്ടായി. നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാം നന്നായിട്ട് പോയാൽ മതിയായിരുന്നു ഗൈസ് ഇന്നത്തെ ട്രിപ്പ്. വണ്ടി ഒരിടവും വഴി കിടക്കാൻ പാടില്ല, എനിക്ക് അത്രേ ഉള്ളൂ. ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. എടാ എൻ്റെ സ്റ്റാർട്ടായോ? കോൾഡ് സ്റ്റാർട്ടാണ് ഗൈസ്. ഓക്കെ, സ്റ്റാർട്ടായിട്ടുണ്ട്, സംഭവം സ്റ്റാർട്ടായിട്ടുണ്ട്. കുറച്ചു നേരം റേസ് ചെയ്ത് പിടിക്കാളി അവസ്ഥ അല്ലേ? അവ എടുത്ത് കേട്ടോ, അവ എടുത്ത്. ഓക്കെ, നമുക്ക് ഇറങ്ങിക്കോ. വേറെ ഒന്നും നോക്കില്ല. ഒന്ന് ഇടിച്ചാടേ ആദ്യമേ തന്നെ. അവിടെ ഒരു കല്ല് കിടന്നു. ഇല്ല പേടിക്കണ്ട, ഒരു ചെറിയ കല്ല് കിടന്നു, വേറെ സീനൊന്നും ഇല്ല. റൈറ്റ് ഇപ്പൊ കുറേ. ഞാൻ സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ, സീറ്റ് ശരിയില്ല. ഓക്കെ, വണ്ടിയുടെ സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എടാ വഴി ഞാൻ പറഞ്ഞുതരാം, അതനുസരിച്ച് പോയാൽ മതി. ഇച്ചിരി സീനാണ് ഈ സ്ഥലമൊക്കെ. പോട്ടെ. റൈറ്റ് തന്നെ കയറി. റൈറ്റ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി റിസ്ക് ഉള്ള സ്ഥലമാണ്. എനിക്ക് വണ്ടി കൊണ്ട് പോകാൻ അത്ര ധൈര്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. എത്തിയെന്ന് പറയാട്ടോ. അവിടെ എടുത്തോണ്ട് പതിയെ പോയത് കേട്ടാ. വണ്ടി ഇച്ചിരി നീളം കിടക്കണുണ്ടേ, നോക്കിപ്പോയില്ലേ പണിയാവും. സൈഡ് തട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ ഗൈസ്. നമ്മൾ വലുതായിട്ട് ഗിയറും കാര്യങ്ങളൊന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല. വണ്ടി തന്നെ ഗിയർ ചേഞ്ച് ചെയ്തോളും. അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം. ഗിയർ ചേഞ്ച് ചെയ്യാതെ ഒരു സുഖമില്ല ഗൈസ്, അത് ശരിയാന്ന്. ലെറ്റ്സ് ഗോ. വണ്ടി റണ്ണിങ്ങിൽ പറഞ്ഞോ, രസമാണ് കാണാൻ. എടാ വഴി നോക്കി പോട്ടോ. എനിക്ക് മാപ്പാണ് പറഞ്ഞു തരണേ. ഗൂഗിളിൽ ചിലപ്പോൾ ചതിക്കാൻ ചാൻസ് ഉണ്ട്. മൊത്തം ഒരു വെട്ടലൊക്കെ ഉണ്ടല്ലേ, എന്താന്ന് അറിയത്തില്ല. ചവിട്ടിവിട്ടാ. അല്ലല്ല, പതിയെ പോയാൽ മതി. അവന്റെ വണ്ടി പാളന്നൊക്കെ ഉണ്ട് കേട്ടോ ചെറുതായിട്ട്. ലെറ്റ്സ് ഗോ. അളിയാ ചവിട്ടി പോയാൽ മതി. കുറച്ച് ഓഫ് റോഡൊക്കെ അടിക്കാനുള്ളതാണ്. കുറച്ച് കഴിയുമ്പോൾ റോഡ് എത്തും കേട്ടോ. പക്ഷെ നമ്മൾ വീണ്ടും ഓഫ് റോഡ് കയറേണ്ടി വരും റോഡ് കഴിഞ്ഞിട്ട്.
അതെ 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 കുറച്ച് പ്രശ്നമാണ്. സത്യം സത്യം സത്യം. Let's go. ഇന്ത്യയുടെ വണ്ടിയാണ്. ആ അടിപൊളി തുടക്കം തന്നെ ശുഭോടാ. നോക്കട്ടെ വണ്ടിക്ക് എത്ര ഓൺ. ആ ഒന്നും അടിപൊളി. പറ്റില്ല, ഒന്നും ഒന്നും പറ്റിയിട്ടില്ല. എന്റെ കൊമ്പ് കൊണ്ട് കളഞ്ഞ്. എന്റെ കൊമ്പ് പോയി. എന്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാടാ? എടാ വണ്ടിയുടെ നീളവും വീതി നോക്കി ഓടിക്കണ്ട കളിയാ. ഏതോ ഡോറൊക്കെ തുറന്നു. ഇതിന്റെ ആണോ? നോക്കി പോക്കോ. ഒരു മിനിറ്റ് ഡോർ അടക്കട്ടെ. ഡോർ അടച്ചോ. അതെങ്ങനെ താനേ തുറന്നാ? എവിടെയെങ്കിലും ഇടിച്ചാ വണ്ടി? ഏതോ പട്ടണക്കിപ്പോ തുറന്നതാ. ഈ ബസ്സും കൊണ്ടാണ് നമ്മൾ ഓഫ് റോഡ് പോകാൻ പോകുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒട്ടും ഇല്ലാടിയായത്. ഇത് ഹൈറ്റ് കൂട്ടാൻ പറ്റുമോ അറിയത്തില്ല ഏട്ടാ. ഇത് തടിമില്ലേ? ആ അല്ലല്ല ഇവിടെ നല്ല പൊക്കോ ഞാൻ പറയാം. പതിയെ പോയതേട്ടാ. വഴി ഇച്ചിരി സീനാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു. നേരത്തെ പറയണ്ടേ ഇങ്ങനെ. ബാക്കിൽ നീ വല്ലതും ഉണ്ടോ? ഇങ്ങനെ കാണുന്നില്ല. ബാക്കിൽ ഞാനിട്ടെ. നോക്കി. ഞാൻ ഫ്രണ്ടിൽ നിന്ന് പോണോ? എനിക്കല്ലേ വഴി അറിയുന്നുള്ളേ. വെയിറ്റ് ഞാൻ പോവാ. വെയിറ്റ് ചെയ്യടാ ഞാൻ പോവാ. അവിടെ ചവിട്ടിക്കോ. ഞാൻ പറയുമ്പോ തന്നാ മതി. ഞാൻ പറയുമ്പോ നീ തിരിച്ചു തന്നാ മതി. ഓക്കെ കുറച്ച് ചവിട്ടി പിടിച്ചോ. ഓക്കെ റിവേഴ്സ് എടുത്തോ. കുറച്ച് ബാക്ക് എടുത്തിട്ട് വളഞ്ഞേറി വന്നോ. ഓക്കെ ലെറ്റ്സ് ഗോ. ഞാൻ വളഞ്ഞേറിയിട്ടുണ്ട്. അവൻ വരട്ടെ കൈസ്. അവൻ വന്നിട്ട് നമുക്ക് എടുത്തിട്ട് പോട്ടോ. നീ വാ. സത്യം ഭയങ്കര ഒടിവ് കുറവാ. ഞാൻ വന്ന് പറഞ്ഞു തരണോ സൈഡ്? കുഴിയിൽ ഇറക്കല്ലേ ടയറ്? ഞാൻ പറഞ്ഞുതരാം. ഞാൻ വന്ന് പറഞ്ഞുതരാം. എടാ അത് കുഴിയിൽ ഇറങ്ങും. കുഴി ഇറങ്ങും. കുഴിയുണ്ട്. ബാക്ക് എടുത്ത ഇവിടെ കുഴിയാ. ബാക്ക് എടുത്ത വണ്ടി ബാക്കെടു. ഞാൻ വന്ന് പറഞ്ഞുതരാം. ഓക്കെ റൈറ്റ്. ഇനി ഫുള്ള് റൈറ്റ് കയറ്റിട്ട് ഓടിച്ചെടുക്ക്. ഫുള്ള് റൈറ്റ് കയറ്റ്. വണ്ടി ഓടിക്കൊണ്ടാ. കുറച്ചുകൂടെ ബാക്ക് പോകണമായിരുന്നു കേട്ടാ. ഫുള്ള് ഓടിച്ചോ. ഇനി ഫുള്ള് ഓടിച്ചോ. ആ ഇനി സ്ട്രൈറ്റ് വാ. കുറച്ച് സ്ട്രൈറ്റ് വാ. ആ ഇനി ഫുൾ അടിച്ചോ. അത്രേ ഉള്ളൂ. വായ കറക്റ്റാ വാ. അത്രേ ഉള്ളൂടാ. നമ്മളെ വണ്ടി കയറാ. അത്രേ ഉള്ളൂ. പോയാലാ? ഫോണൊക്കെ ഉണ്ടല്ലേ? ഓ എന്റെ ഉണ്ട് കേട്ടാ. അയ്യോ ഇത് ഒന്ന് ചവിട്ടിക്കേ. റോഡ് മാറി. കുറച്ച് ബാക്ക് എടുക്കളിയാ. ഇവിടുത്തെ മാപ്പ് അങ്ങനെ കറക്റ്റ് അല്ല. നമ്മൾ നോക്കി പോയാലേ കിട്ടത്തുള്ളൂ. ഗൂഗിൾ മാപ്പ്. എടാ നമ്മൾ ഇച്ചിരി റിസ്ക് ഉള്ള സ്ഥലത്തൂടെയാണ് കേട്ടോ പോണേന്. വണ്ടിയുടെ അടി തട്ടിയിരിക്കാൻ ചാൻസ് ഉണ്ട്. നോക്കിയെടുക്കേട്ടാ. ഇങ്ങനെ എടുക്കട്ടാ. റൈറ്റ് കേറിട്ട് എടുക്കട്ടാ. പതിയെ വലിച്ചാ മതി ഏട്ടാ. കേറിക്കോളൂ. സീനില്ല. എന്റേത് കേറി. നീ റൈറ്റ് കയറ്റി എടുത്താ മതിടാ. വന്നോളൂ. അങ്ങനെ എടുക്കല്ലേ. നിക്ക് ഞാൻ പറഞ്ഞു തരണോ? ആശാൻ ഇവിടെ ഉണ്ട്. പേടിക്കണ്ട. എന്നെ കാണാലോ. ഈ സൈഡ് വഴി എടുത്തോ. ഈ സൈഡ് വഴി നിന്റെ ലെഫ്റ്റ് ടയർ കയറ്റി ഇങ്ങനെ കറക്കി എടുക്കണം. മനസ്സിലായ? എടാ ഇവിടെ സീനില്ല കേട്ടോ. അല്ലാണ്ട് കേറുമെന്ന് തോന്നുന്നു. നീ പോവാ. ഈ വഴി വാ. ആ വന്നോ. ആ റൈറ്റ് അടിച്ചോ. സ്ട്രൈറ്റ് വാ. ഇനി സ്ട്രൈറ്റ് വാ. കുറച്ച് കാലം എടുത്തോട്ടാ. കുറച്ച് സ്പീഡൊക്കെ ആവാം. കുടുങ്ങിയാ? ചവിട്ടിക്ക. എന്റെ വണ്ടി ഇറക്കുന്നില്ലേ? ചവിട്ടിക്ക. ഞാൻ വരാം. പൊളിയോ വണ്ടി ഇടിച്ചില്ലല്ലോ. വായ ഇതിനകത്ത് ബ്രേക്കിന് കാലെടുത്താ വണ്ടി പോണു. നമ്മള് സെന്റർ ഉള്ള റോഡിൽ കൂടെയാണ് കേട്ടോ പോണേ. ഇതാണ് ഉള്ളതില് എളുപ്പം തോന്നുന്നു. ഇതാണ് ഉള്ളതില് പാടം തോന്നുന്നു. അറിയത്തില്ല. എടാ ഇന്ത്യയിലിട്ട് ഓടിച്ചു നോക്കി. നല്ല രസമാണ് ഇത്. ഞാൻ കണ്ടു. ഇനി അങ്ങോട്ട് ഓഫ് റോഡ് ആണ് കേട്ടാ. നീ തൊട്ട് പറയുന്നു വാടാ. ഞാൻ തൊട്ട് പുറകെ തന്നെ ഉണ്ട്. അടിയൊക്കെ ഇടിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. ഇവനെ ഫ്രണ്ടിൽ നിന്ന് വിട്ടാലേ ശരിയാകത്തുള്ളൂ കേട്ടാ. ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ സ്ഥലം പറഞ്ഞു കൊടുക്കാം. അതേ നടക്കത്തുള്ളൂ. നീ ഫ്രണ്ടിൽ നോക്കേ.
സ്ഥലം ഉണ്ടല്ലോ. പൊക്കോ 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 ഫ്രണ്ടിൽ നോക്കോ. നോക്കിയെടുക്കാം ഇടിക്കല്ലേ. ആ പോട്ടെ, നീ ഫ്രണ്ടിൽ നോ. എവനാ ഫ്രണ്ടിൽ നിന്ന് വിട്ടാലേ ശരിയാകത്തുള്ളൂ. ആ പോ പോ പോ. കളി ഇടിക്കല്ലേ. ശുഭം, ഞാൻ കുടുങ്ങി. എടാ പയ്യപ്പോടാ. തേരിയാണോ അത്? അല്ലല്ല. ആ പോട്ട് 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 പോട്ട്. വെള്ളമുള്ള സ്ഥലമൊക്കെ ഉണ്ടെന്നെ അങ്ങോട്ട്. എന്നാണ് ഗൂഗിൾ ഗൈസ് മാനുവലായിരുന്നെങ്കിൽ ഇച്ചിരി പാടുകൂടി വരുന്ന കേട്ടാ. ഓട്ടോമാറ്റിക് ആയിട്ട് വണ്ടി പോലും അറിയാതെ പോകുന്നുണ്ട്. അടേ നോക്കി പോട്ടെ. ഇടയിൽ കല്ലൊക്കെ ഉണ്ട്. വണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല. വേണമെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങി പറഞ്ഞൊക്കെ തരാം. പ്രശ്നമാവും അല്ലെങ്കിൽ. ഗൈസ് ഒരു സൈഡ് കൊക്ക നോക്കിയേ. നല്ല ആഴുണ്ടാട്ടോ അവിടെ. എങ്ങോട്ട് കളിയാ പോണേ? അങ്ങോട്ടേ പൊക്കോ പൊക്കോ പൊക്കോ. കുഴിയാണോ അവിടെ അത്? ഓക്കെ ഞാൻ നോക്കി തന്നെ ആളെ എടുക്കുന്നത്. വേറെ സീനില്ല. ഗൈസ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒട്ടും ഇല്ല കേട്ടോ വണ്ടിക്ക്. അമ്മേ ആ ഫ്രണ്ടൊക്കെ ഏത് ടൂറിസ്റ്റ് കമ്പനിയാണ് ഇങ്ങോട്ടേക്ക് ട്രിപ്പ് പോകണമെന്നൊക്കെ പറഞ്ഞത്? എടാ അവർക്ക് സംഭവം ഇവര് ഉദ്ദേശിച്ച് വെച്ചിരുന്ന വണ്ടി കിട്ടിയില്ല. അപ്പോഴാണ് നമ്മൾ ഈ വണ്ടി വിളിച്ചത്. ഞാൻ പിന്നെ റേറ്റ് കുറച്ച് കൊടുക്കുകയും ചെയ്തു. എടാ അതിലൊരു ത്രില്ലില്ല, മനസ്സിലായില്ലേ? അതെ അതെ അതെ. ജീവനോടെ തിരിച്ചെത്താൻ പറ്റുമോ? അതെനിക്ക് ഉറപ്പാ. വഴി കിടക്കത്തില്ല. എന്തായാലും നമ്മള് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കും. സ്ട്രേറ്റ് പോയാൽ മതി. അത്രേ ഉള്ളൂളിയാ. എടാ ഇത് കുഴിയിലിറക്കല്. ഇത് കുഴിയിലിറക്കിയ പണിയാണ്. ഞാൻ ബാഗ് എടുക്കാം വീട്ടിൽ. ഇവിടെ നല്ല സ്ഥലമുണ്ട്. നീ ബാഗ് എടുത്തോ. ഞാൻ ഇറങ്ങി പറഞ്ഞുതരാം. വെയിറ്റ് അവിടെ തിട്ടുള്ള സ്ഥലമാണ്. കിട്ടിയോ? ആ കേറ്റി അത്രല്ലോടാ. അടി തട്ടുന്ന വണ്ടിയൊക്കെ എടുത്തോണ്ട് വന്ന ഇങ്ങനെ ഇരിക്കും. ആടാ പൊക്കോ. ഇതിന് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ തോന്നുന്നു കേട്ടോ. അവളെ ഇവിടെ അടി ഇടിക്കും കേട്ടോ. നോക്കിയെടുത്തില്ലെങ്കിൽ അടി ഇടിക്കും. ഇല്ല എന്റെ സ്മൂത്തായിട്ട് കയറിടാ. കണ്ണ് സ്ട്രൈറ്റ് വെക്കോ. ഇത് ഏത് റോഡാ? ചെറിയൊരു പാലമാണ്. യെസ് ഇത് മറ്റേ സൂര്യകാന്തി പൂവാണെന്ന് തോന്നുന്നു. പൂത്തിക്കണേ അല്ല, ഇത് വേറെ ഏതോ സാധനം കേട്ടാ. വെക്കോ. അത് ചിലപ്പോ അടി പിടിച്ചിരിക്കും കേട്ടോ. പൈപ്പല്ലേ അത്? നോക്കിപ്പോക്കോട്ടാ. ഒയ്യോ സ്റ്റിയറിംഗ് കിടന്ന് കുലുങ്ങുന്ന. പവർ സ്റ്റിയറിംഗ് വർക്കാവുന്നില്ലേ? ഇടുക്ക് റോഡാട്ടോ. പക്ഷെ കുഴപ്പമില്ല, എടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. കേറി കേരിയാണോ അളിയാ? കേറ്റി പിടി. സ്ട്രേറ്റ് പോ. ഒന്നുമില്ല, സ്ട്രേറ്റ്. ഓഹോ അടി തട്ടുന്നല്ലേ അതൊക്കെ. ഓ തട്ടി. വണ്ടിക്ക് ഡാമേജ് വരുത്താണ്ട് കൊണ്ടുപോകണം കേട്ടാ. അല്ലെങ്കിൽ നമ്മള് ഈ ഓട്ടം കിട്ടുന്ന പൈസ എല്ലാം കൊടുക്കേണ്ടി വരും. നമുക്ക് കയ്യിലെടുക്കാനൊന്നും കിട്ടത്തില്ല. ഈ കാട്ടിനകത്തൊന്നും വണ്ടി ഓടിച്ച് ഒരു പൈസ എടുക്കാൻ പറ്റത്തില്ല. അതും ശരിയാണ്. ഞാനും നോക്കി ചവിട്ടിയൊക്കെ വരുന്നേ. ഓ പക്ഷെ ഓടിക്കാൻ രസമുണ്ടല്ലേ വണ്ടി. സ്മൂത്താണ്. എടാ ഞാനൊരു സത്യം പറയട്ടെ. നമ്മള് ഒരു വെള്ളച്ചാട്ടത്തിലോട്ടാ പോണേ. ഇത് ഓ കേട്ടപ്പോഴേ അവൻ ഞെട്ടി. ഹലോ എന്ത് പറ്റിയടാ? വണ്ടിക്ക് ഭയങ്കര ചാട്ടമാണല്ലോ അവന്റെ. നമ്മള് വെള്ളച്ചാട്ടത്തിലോട്ടാ പോണേ. സ്ട്രൈറ്റ് പോകോ. ആ കുഴിയിലോട്ട്. എടാ നോക്കിപ്പോടാ. നീ ഇപ്പൊ ഭയങ്കര സ്പീഡാട്ടാ പോണേ. കണ്ട ഇനി എന്താന്നറിയോ? ഇനി ആ വെള്ളത്തിൽ ഇറക്കണം.
കൊള്ളാം. എനിക്കിതൊന്നും കൊണ്ട് മതിയായില്ലല്ലോ. എടാ വണ്ടി നമ്മൾ എത്തിക്കും, മനസ്സിലായോ? ആൾക്കാരെയും വണ്ടിയും നമ്മൾ എത്തിക്കും. വെള്ളത്തിന്റെ അകത്ത് ഇറങ്ങണ്ട, നമുക്ക് ആ സൈഡ് റോഡ് പിടിച്ചാണ് നമ്മൾ പോകണ്ടേ. ആ എനിക്ക് തോന്നില്ലേ എന്ത് ഇത് അവിടെ പറ്റിയോ? എത്തും. ആണോ? എന്നാ ബാക്കട് ഇനിയും ബാക്ക് എടുക്കണോ? എടുത്തളിയാ എടുത്ത് പൊക്കോ. ഉഫ്, എന്ത് സ്മൂത്താടാ അതിന്റെ ബ്രേക്ക്. ചവിട്ടിയാ തന്നെ നിക്കുന്നുണ്ട് കേട്ടോ സാധനം. നിന്റെ ബ്രേക്കിൽ കൊണ്ട് ഞാൻ ഇങ്ങനെ കളിക്കുക, ചവിട്ടി കളിക്കുക. നല്ല രസമുണ്ട്. എയർ സസ്പെൻഷൻ ആണ്. അതിന്റെ പുറത്തേക്ക് ഇത് കേറുന്നില്ലേ? അങ്ങനെ ഒരേ വഴിയില്ലല്ല. ഞാൻ കേറ്റാം. ഞാൻ ഓടിക്കണോ ഇനി ഫ്രണ്ടില്? എനിക്ക് വലിക്കാൻ പറ്റാത്ത. ആ അത്രേ ഉള്ളൂ, അവന്റെ കേറി. ഗൈസ് ഇനി അടുത്ത നമ്മളെ ചാൻസ് നോക്കട്ടെ. ഞാൻ ഈ തിട്ടപ്പുറത്തൂടെ കയറ്റിയെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. നമ്മൾ വേണ്ട ഒറ്റ ട്രെയിലും കയറി. വണ്ടി പൊളിഞ്ഞാൽ എന്താ സംഭവം കയറി. അളിയാ പോട്ട്. ഇനി വേണേ ഫ്രണ്ടിൽ നിന്ന് ഞാൻ പോട്ടാ. കുറച്ച് റിസ്കാ. വേണോ? വേണ്ട, നീ എവിടെ അങ്ങോട്ടാ? അയ്യോ മാർ, ഞാൻ പോ. വെയിറ്റ്. നിന്നെ ഇവിടെ നിന്ന് കഴിച്ചു വിട്ടിട്ട് ഞാൻ ഫ്രണ്ടിൽ കയറ്റി വിടാം. കുറച്ച് റിവേഴ്സ് എടുത്ത് അറിയാം. വെയിറ്റ് കുറച്ച് റിവേഴ്സ് എടുത്ത്. ഇതിനെക്കാട്ടിലും നല്ല വഴി എന്ന് പറയുന്ന ആ വെള്ളത്തിൽ കൂടെ ഇറക്കിയാൽ മതിയായിരുന്നു. പൊമ്മി വാ എന്റെ പിറകെ വന്നോട്ടാ. നിന്റെ പിറകെ വരുന്നുണ്ട് ഞാൻ. ഇങ്ങോട്ട് സേഫാണ്, പേടിക്കണ്ട. എടാ ഇത് സേഫ് റോഡാണ്, ഞാൻ സ്ഥിരം പോകുന്ന റൂട്ടാ. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമല്ല, മനസ്സിലായില്ലേ? ഇത് വെള്ളത്തിലോട്ടല്ലേ പോയിക്കൊണ്ടിരിക്കും? അല്ലല്ല, ഇത് ഞാൻ സ്ഥിരം വണ്ടി ഓടിക്കുന്ന റൂട്ട് തന്നെ. അങ്ങനെ വേറെ പ്രശ്നമൊന്നും ഇല്ല. ഈ എടാ എനിക്ക് തോന്നുന്നു ഇപ്പൊ വെള്ളം കയറി തോന്നുന്നു കേട്ടോ. ഡാം തുറന്നെന്നാ പറഞ്ഞേട്ടെ. അയ്യോ ഇങ്ങനൊന്നും അല്ല, ഞാൻ കാണിച്ചുതരാം. അളിയ ചെറുതായിട്ട് പണി പാളിയേട്ടാ. അതാണ് ഞാൻ മര്യാദക്ക് പറഞ്ഞത്. എന്റെ വണ്ടി ഒഴുകണയാണോ അതോ? നിന്റെ വണ്ടി ഒഴുകുന്നല്ല, ഒഴുകി. ഇല്ലില്ല, ഞാൻ നോക്കട്ടെ. ചിലപ്പോ താനെ ആ കരയിൽ വന്ന് അടിയും കേട്ടോ, നോക്കട്ടെ. എടാ കൊഴപ്പില്ലടാ. ഇതുവഴി വന്നോ. ഞാൻ പറഞ്ഞില്ലേ വേറെ പ്രശ്നമൊന്നുമില്ല. കണ്ടാ വണ്ടി താനെ അവിടെ വന്ന് നിന്നോളും. അളിയാ നീ എവിടെ വഴി പോണേ? എടാ ഇവിടെ ഏതെങ്കിലും വള്ളി പിടിച്ച് കേറാൻ നോക്ക്. ശ്രീഹരി കേറി വാട്ടാ, ഞാൻ ഇവിടെ കാണും, നീ പേടിക്കണ്ട. ഞാൻ സേഫാണ്, നീ പേടിക്കണ്ട. ഗൈസ് ഒരു കണക്കിന് നമ്മളെ വണ്ടീനെ എങ്ങനെയോ വലിച്ചു കയറ്റി കരയിൽ കയറ്റിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയണേ, ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം ഗൈസ്. വണ്ടിക്കകത്ത് മൊത്തം വെള്ളം കയറിയിട്ടുണ്ട്. നമുക്ക് പതിയെ വണ്ടിക്കകത്ത് കയറിയിട്ട് ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം കേട്ടോ. ചിലപ്പോൾ എടുക്കും, ചിലപ്പോൾ എടുക്കത്തില്ല. കുറേ പ്രാവശ്യം ഇതുപോലത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഈ വണ്ടി തന്നെ ചതിച്ചിട്ടില്ല. അപ്പം നമുക്ക് എന്തായാലും അകത്ത് കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം കേട്ടോ ഗൈസ്. എന്തായാലും എഞ്ചിൻ മൊത്തം വെള്ളം കയറി. എന്തായാലും കുറച്ച് സമയമായി കയറിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എടുത്താൽ മതിയായിരുന്നു. വണ്ടി ശ്രമിക്കുന്നുണ്ട് ഗൈസ്. എന്തായാലും ഒന്നാമത്തെ അടിയിൽ സ്റ്റാർട്ട് ആവത്തില്ല, ഉറപ്പാന്ന്. നോക്കട്ടെ, ഇപ്രാവശ്യം നോക്കട്ടെ. ഇപ്രാവശ്യം സ്റ്റാർട്ട് ആവും കേട്ടോ. ഇല്ലടേ, ഒന്നുകൂടെ അടിച്ചു നോക്കാം. ഇതെന്റെ ഫൈനൽ ട്രൈ ആന്ന് ഗൈസ്. ഇടി അത്രേ ഉള്ളൂ, പിന്നല്ല. അളിയാ എടാ ഞാൻ സ്ഥിരം പോകുന്ന റൂട്ടാണടാ, പിന്നെ എന്താ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഡാം തുറന്നു വിട്ട് അങ്ങനെ വെള്ളം കയറിയെന്നാ തോന്നാട്ടാ. സാധാരണ ഈ വഴി ഞാൻ സ്ഥിരം ഓടിക്കുന്ന റൂട്ടാണ് കഴിയും. ആ സൈഡിൽ കൂടെയൊക്കെ ഞാൻ സ്ഥിരം വണ്ടി ഓടിച്ചു പോകുന്ന റൂട്ട് തന്നെ. പിന്നെ ഇപ്പൊ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എടാ വണ്ടി വേറുന്നില്ലടാ. ഒന്നുകൂടെ ട്രൈ നോക്കാം. നീ എന്താ വണ്ടിയുടെ ഡിക്കി ഓപ്പൺ ആക്കി ഇട്ടേക്കണേ? ഇവിടെ ഭയങ്കര ചെളി കേട്ടാ, വണ്ടി കേറുന്നില്ല. അടേ മാറ്റി വണ്ടി മാറ്റി. എടേ കേറുന്നില്ല. ഇത് മറ്റേ പിള്ളേരെ ഇറക്കി തള്ളേണ്ടി വരും കേട്ടാ മൊത്തത്തില്. ഇല്ല അടുത്തേക്ക് കയറും. നീ കുറച്ച് മാറ്റി നിർത്തിക്ക്. ഇതിൽ കേറി വരും. മാറ്. അത്രേ ഉള്ളൂ. അളിയാ എന്റെ തൊട്ട് ഫ്രണ്ടിലാണ്. നീ അനക്കല്ല്, വണ്ടി ബാക്കിലോട്ട് അനക്കല്ല്. പൊക്ക. അടിപൊളി. എന്ത് പറ്റിയടാ?
പോയെ പോയെ പോയെ. ഇവിടെ ഒന്നും കുടുങ്ങാൻ ഉള്ള സ്ഥലമൊന്നും അല്ല. അടിപൊളി. എന്തൊക്കെയോ തട്ടുന്നുണ്ട് അമ്മേ. എടാ ഡോറ് പണിയായി. ഒരു കൊമ്പല്ലേ കിടന്നാടുന്ന്. ആ എന്റെ ആണോ? എന്റെ വണ്ടി വികലാംഗനായി ഗൈസ്. ഒരു കൊമ്പ് പോയി. അളിയാ പൊക്കോ. ഇതിനെ ഈ കോലത്തില് കൊണ്ടിടാൻ പറ്റിയാ മതിയായിരുന്നു. ചെറിയ രീതിയിലൊക്കെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റൂട്ടാ ഗൈസ്. ഇത് എന്ത് സ്ഥലമാടാ? പൊക്കവും താഴ്ചയും. വയോ. അല്ലെ ഞാൻ സേഫാണ്, നീ സേഫാണോ? ഞാൻ സേഫാണ്. പോട്ടെ. ചവിട്ടിയൊക്കെ പോട്ടാ. എടാ നീ ഡിക്കി ഉറങ്ങിട്ടേക്കുവാ. ഈ മരക്കൊണ്ടയാണ് പ്രശ്നം കേട്ടാ ഗൈസ്. ഈ സൈഡിൽ നിൽക്കുന്ന കൊണ്ട കാരണമാണ് എന്റെ വണ്ടിയുടെ കൊമ്പും കാര്യങ്ങളൊക്കെ ഇളകിപ്പോയത്. കണ്ട ഒരു സൈഡ് കൊമ്പില്ല ഇപ്പൊ. മറ്റേ അകത്തോട്ടിരിക്കുന്ന കൊമ്പ് മാത്രമേ ഉള്ളൂ. വണ്ടി ഇനി ബാക്കിയൊന്നും ഇല്ല. എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നു. ഈ റോഡ് സാധാരണ ഞാൻ എടുക്കുന്ന റോഡാണ്. സ്ട്രേറ്റ് നോക്കോ. നമുക്ക് ഹൈവേ കയറിയിട്ട് ഇനി ഒരു വീട് കണ്ടുപിടിച്ച് അവിടെ സ്റ്റേ ചെയ്യണം. ഏതെങ്കിലും ഒരു ഹോട്ടല്, വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഹോട്ടൽ കണ്ടുപിടിക്കണം. കുറച്ച് റിവേഴ്സ് എടുത്ത് നോക്കിയേ, ചിലപ്പോ സെറ്റ് ആവും. ഞാൻ എടുത്തരാം. ആ പോയ കേറുന്നില്ല. എങ്ങനെയാടാ നീ കയറ്റി എടുത്താ? അളി അറിയാലോ എന്നെ, ഞാൻ സ്പീഡിൽ വരാൻ പോവാ. ഞാൻ ബാക്കോട്ട് ഇറങ്ങി വന്നാ വണ്ടി ഇടിക്കാണ്ടിരുന്നാ മതിയായിരുന്നു ഈശ്വര. പോട്ടെ ചവിട്ടി വിടാം. അളിയതാ വരുന്ന ഞാൻ. പിന്നല്ല, കേറി ഒന്ന് മാറ്റിത്താടാ. നിന്റെ വണ്ടി മാറ്റി. ഐസ് ഒരു ഗ്ലാസ്സേ പൊട്ടിയുള്ളൂ, വേറെ സീനൊന്നുമില്ല. ഒരു ഗ്ലാസ് നിന്ന് ഭാഗ്യത്തിന്. കൊണ്ടയുണ്ടാവും ഭാഗ്യം. കൊമ്പ് അവിടെ തന്നെ ഉണ്ട്. നേരത്തെ പോയി ഒരു കൊമ്പ് മാത്രമേ മിസ്സായിട്ടുള്ളൂ. അല്ലെ ചവിട്ടി വിട്ടാൽ നമുക്ക് അടുത്ത് കാണുന്ന ഒരു ഹോട്ടലിൽ നമുക്ക് വണ്ടി കൊണ്ടുപോകണം, പിള്ളേരെ ഇറക്കി വിടണം. അത്രേ ഉള്ളൂ നമ്മളെ പരിപാടി. ഈ വണ്ടി ഒന്ന് റിപ്പയർ ആണ് എവിടെയെങ്കിലും കൊടുത്ത്. നല്ല ഓട്ടോ ഓടി കേട്ടോ, നല്ല പണി എടുത്തിട്ടുണ്ട് വണ്ടി. എഞ്ചിന് വലിയ പകരം വെള്ളമാണെന്ന് തോന്നുന്നു വണ്ടിയിൽ കിടക്കുന്നത്. കണ്ടുപിടിക്കണം. മോനെ വെള്ളച്ചാട്ടം എവിടെ? നമ്മള് വെള്ളച്ചാട്ടത്തിലോട്ടാണോ പോണേ നേരത്തെ? അല്ല നമ്മള് കേറി വന്ന വെള്ളച്ചാട്ടം. ഓ ഏതാ വ്യൂ അല്ലേ, കിട്ടില്ല സ്ഥലം കേസ്. ഇതാ ഒരു ഓഫ് റോഡ് കിടപ്പുണ്ട്. ഇത് വല്ല ഷോർട്ട് കട്ടാണോ എന്തോ? ഒരു ഓഫ് റോഡ് പോയ ഇതുവരെ ഇതിന്റെ അകത്തോട്ട് വല്ല വീട് കാണുമെന്തോ. ഐസ് പാലം. ഇവിടെ പിള്ളേരെ ഇങ്ങനെ വഴി ഇറക്കി വിടാൻ പറ്റത്തില്ലടാ, നല്ലൊരു വീട് കണ്ടുപിടിക്കണം. ചവിട്ടി വിട്ടോ. ഹൈവേ അല്ലേ, ചവിട്ടി വിട്ടോ. മാക്സിമം സ്പീഡ് ചവിട്ടിയങ്ങ് വിട്ടോ. പ്രോ ഡ്രൈവേഴ്സ് ആണ് കുറച്ചു നേരത്തേക്ക്. അതെ പക്ഷെ വണ്ടി കയ്യിൽ നിൽക്കത്തില്ല. ഇവിടുന്ന് റൈറ്റാ ലെഫ്റ്റാ? ഇഷ്ടമുള്ള റൂട്ട് നോക്കോ, നമുക്ക് നിന്റെ മനസ്സ് പറയുന്ന റൂട്ട് നോക്കോ. എവിടോട്ടാണ് വീട് കാണുന്നത് അങ്ങോട്ട് പോവാം. ഓ നമ്മൾ ഏതാണ്ട് എത്താറായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, തൽക്കാലം നമ്മൾ ഒരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഇതൊരു ഹിൽ സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഓഫ് റോഡ് ഉണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ വണ്ടി നിർത്തിയിട്ട് വേണം നമുക്ക് മൊത്തം ഒന്ന് അഴിച്ച് പണിയാം കേട്ടോ. നമ്മളെ വണ്ടി ഒന്ന് റീസെറ്റ് ചെയ്യണം. ഇവിടെ നിർത്തടാ. ഇവിടെ വണ്ടി സുഖമായിട്ട് ഒതുക്കിയിടാൻ പറ്റും. ഇവിടെ ഇടാം. ഇതാ നൈസ്. ഇവിടെ മതി. വണ്ടി പണിയുന്ന സ്ഥലമാണ്. ഒരു സൈഡ് പോയി കേട്ടോ വണ്ടിയിലെ. അവിടെ തന്നെ ഇടാല്ലേ.
പിന്നെ ബാക്കി ഇത്രയും സ്ഥലം നോക്ക് കിടക്കുന്ന. ഓക്കെ, ഞാൻ പാർക്കിംഗ് ബ്രേക്ക് ഇട്ടു, വണ്ടി ഓഫ് ചെയ്തു ഗൈസ്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ വണ്ടിയിൽ നിന്ന് പതിയെ ഇറങ്ങി ഇനി ശ്രീഹരിക്ക് റൂട്ട് പറഞ്ഞു കൊടുക്കാം. അളിയാ പോട്ടെ, സ്ട്രൈറ്റ് പോട്ടെ. ഉഫ്, ഇപ്പോൾ തട്ടുമായിരുന്നു. ഇത്രയും ഒരു 3 വണ്ടിയുടെ ഒതുക്കമുള്ള സ്ഥലം ഉണ്ടായിരുന്നു കേട്ടാ. ഒരു 3 ബസ് കൂടെ വിളിച്ചു തരായിരുന്നു. കുറച്ചുകൂടെ പോകും കേട്ടാ, ലെവലായിട്ടില്ല. ഇനി ബാക്കിൽ കമ്പുണ്ട്. കിടിലം ബാക്ക്ഗ്രൗണ്ട് അളിയാ, കിടിലം ബാക്ക്ഗ്രൗണ്ട്, കിടിലം സ്ഥലമില്ലേ, അടിപൊളി സ്ഥലവും.